നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബില്യൺ സെയിലും അതുപോലെ തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ വരാൻ പോവാണ്. അതായത് ഫെസ്റ്റിവൽ സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി സമയമുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഇതിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സെയിൽ സമയത്ത് കുറച്ച് പൈസയൊക്കെ ലാഭിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങളോ അതല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണുകളോ മറ്റൊക്കെ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ദയവ് ഇതിപ്പോൾ വാങ്ങാതിരിക്കുക. അതായത് നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഓഫറിൽ തന്നെ ഈ ഒരു ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റുകളൊക്കെ വാങ്ങാൻ സാധിക്കും. ഓഫറിനെ പറ്റി പറയുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഈ ഒരു ഫെസ്റ്റിവൽ സീസൺസൊക്കെ, അതായത് ഇതൊക്കെ ആദ്യമായിട്ട് തുടങ്ങിയ സമയത്ത്, അതായത് ബിഗ് ബില്യൺ സെയിലും ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ ആദ്യമായിട്ട് തുടങ്ങിയ സമയത്ത് നല്ല രീതിയിലുള്ള ഓഫേഴ്സൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് നമുക്കറിയാം, കാർഡ് ഓഫേഴ്സും ബാങ്ക് ഓഫേഴ്സും ഒക്കെയാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. അതായത് അവർ പറയുന്ന ബാങ്കിൻ്റെ കാർഡുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഓഫേഴ്സൊക്കെ അവൈൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ വലിയ ഡിസ്കൗണ്ട് ഒന്നും നമുക്ക് കിട്ടാറില്ല ഇതേപോലുള്ള ഫെസ്റ്റിവൽ സീസൺസൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാർഡ് ഓഫേഴ്സിനെ പറ്റിയാണ്. അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ തോന്നി, ഇതേപോലെ സെയിലൊക്കെ വരുന്ന സമയത്ത് കാർഡ് ഓഫേഴ്സാണ് കൂടുതലുള്ളതെന്ന്. അതായത് കഴിഞ്ഞ വർഷം കണ്ടതാണ്, ഫ്ലിപ്കാർട്ട് ആണെന്നുണ്ടെങ്കിൽ ആമസോൺ ആണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ബാങ്കുകളുടെ കാർഡുകൾക്ക് മാത്രമായിരിക്കും കൂടുതൽ ഓഫേഴ്സ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കാർഡുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഇതുപോലുള്ള കാർഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡുകൾ യൂസ് ചെയ്ത് നല്ല ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കോമൺ ആയിട്ട് ഓഫർ വരുന്ന കാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട് ആക്സ് ബാങ്ക് കാർഡ്, അതുപോലെ തന്നെ SBI കാർഡ്, SBI ഡെബിറ്റ് കാർഡിനൊക്കെ കഴിഞ്ഞ തവണ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ICICI ബാങ്കിൻ്റെ കാർഡുകൾ, പിന്നെ HDFCയുടെ കാർഡുകൾ, ഇങ്ങനെയുള്ള കാർഡുകൾക്കും പിന്നെ ബജാജ് ഫിൻസർ കാർഡുകൾ, ഇങ്ങനെയുള്ള കാർഡുകൾക്ക് ഓഫേഴ്സ് വരാറുണ്ട്. ഡെബിറ്റ് കാർഡുകൾക്ക് ഓഫർ വന്ന് കണ്ടിട്ടുള്ള SBIയുടെ കാർഡിനാണ്. അപ്പം ഇത്തവണ ഇനി ഏതെങ്കിലും പുതിയ ബാങ്കിൻ്റെ കാർഡുകൾക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡെബിറ്റ് കാർഡുകൾക്കോ ഓഫർ വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കാരണം ആ ഒരു സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏത് കാർഡുകൾക്കാണ് ഓഫർ ഉണ്ടാവുക എന്ന് അറിയാൻ സാധിക്കത്തുള്ളൂ. അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ ഈ വരുന്ന കാർഡുകൾ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ആഡ് ചെയ്ത് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ആഡ് ചെയ്യാനൊന്നും നമുക്ക് സമയം കിട്ടിയെന്ന് വരത്തില്ല. കാരണം നേരത്തെയൊക്കെ സ്റ്റോക്ക് തീർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇപ്പോഴും ആഡ് ചെയ്ത് വെക്കണമെന്നില്ല. ആ ഒരു സെയിലിന് ഒരു 1-2 ആഴ്ചയ്ക്ക് മുമ്പാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുമ്പാണെന്നുണ്ടെങ്കിൽ കാർഡുകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് അപ്ഡേറ്റ് ആക്കി വെക്കുക. കാർഡ് ഓഫേഴ്സിനെ പറ്റി പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ക്രെഡിറ്റ് കാർഡ് EMI, ഡെബിറ്റ് കാർഡ് EMI പറ്റിയൊക്കെ അറിയാത്തവർ ഇപ്പോഴും ഉണ്ട്. അതായത് പ്രോസസ്സിംഗ് ഫീ ഉണ്ടോ, നമ്മൾ മുമ്പ് പൈസ അടയ്ക്കേണ്ടതുണ്ടോ, EMI കൂടാതെ വേറെ എന്തെങ്കിലും ചാർജസ് അടയ്ക്കണോ, ഇങ്ങനെ ഒരുപാട് സംശയമുള്ളവരുണ്ട്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏകദേശം സംശയങ്ങളെല്ലാം മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അടുത്തായിട്ട് പറയാനുള്ള ഈ ഒരു ഓഫർ സമയത്ത് വരുന്ന ആ ഒരു ഡിസ്കൗണ്ട് പ്രൈസിനെ പറ്റിയാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രോഡക്റ്റിൻ്റെ മുമ്പുണ്ടായിരുന്ന പൈസ എത്ര നമുക്ക് അറിയത്തില്ല. അവിടെ 30%, അതുപോലെ തന്നെ 50% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ നമ്മളത് കണ്ട് നോക്കുമ്പോൾ ലാഭമാണല്ലോ എന്ന് വിചാരിച്ച് പർച്ചേസ് ചെയ്യുക. അങ്ങനെ ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക. കാരണം ഈ ഒരു പ്രൈസ് ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് ടൂളുകളുണ്ട്. അതായത് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ക്രോം എക്സ്റ്റൻഷനും ഉണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഞാൻ ഐ ബട്ടണിലോ അതല്ലാതെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇതുപോലുള്ള പ്രൈസ് കമ്പാരിസൺ ടൂളുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ പഴയ പ്രൈസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇപ്പോൾ നിലവിലുള്ളത് ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണോ അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടിയ പ്രൈസിലാണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ടൂൾസിനകത്ത് അലേർട്ടൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അലേർട്ടായിട്ടൊരു മെയിൽ വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അലേർട്ടൊക്കെ സെറ്റ് ചെയ്യാനും സാധിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളത് പ്ലസ് പ്രൈം മെമ്പർഷിപ്പിനെ പറ്റിയാണ്. ആമസോൺ ആണെന്നുണ്ടെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെന്നുണ്ടെങ്കിലും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ പ്ലസ് അല്ലാന്നുണ്ടെങ്കിൽ പ്രൈം മെമ്പേഴ്സിനായിരിക്കും. കാരണം അവർക്ക് ഈ ഒരു സെയിലിന് ഒരു ദിവസം മുമ്പ് തന്നെ ആക്സസ് ലഭിക്കും. അതായത് ഓഫേഴ്സും കാര്യങ്ങളെല്ലാം അവർക്ക് നേരത്തെ ലഭിക്കും. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം സെയിൽ സമയത്ത്, അതായത് ഐഫോണിൻ്റെ സെയിൽ സമയത്ത് 13 ഡിസ്കൗണ്ടിൽ 40,000 രൂപയ്ക്ക് അടുത്ത് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് ഡേയിൽ മാത്രമേ ആ ഒരു ഡിസ്കൗണ്ടിൽ ആ ഒരു പ്രൈസ് ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ദിവസം പ്രൈസ് കൂടുക തന്നെ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ടിലൊക്കെ തന്നെ പ്രൊഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്ലസ് പ്രൈം മെമ്പർഷിപ്പുകളൊക്കെ എടുക്കണം. പക്ഷേ ആദ്യമൊക്കെ കുറച്ച് പേർക്ക് ഇതേപോലെ പ്ലസ് പ്രൈം മെമ്പർഷിപ്പുകൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം ഒരുപാട് പേർക്ക് പ്ലസും പ്രൈം മെമ്പർഷിപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ കയറുവാണെങ്കിൽ ഭയങ്കര ട്രാഫിക് കാരണം ചെക്കൗട്ട് പേജിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ആ ഒരു പ്രോഡക്റ്റ് സ്റ്റോക്ക് ഔട്ട് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ കാർഡുകളും കാര്യങ്ങളൊക്കെ നേരത്തെ ആഡ് ചെയ്യണമെന്ന് ഞാൻ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്.
അപ്പം അതൊരു ഭാഗ്യം പോലെ ഇരിക്കും. നിങ്ങൾ നേരത്തെ കറക്റ്റ് ടൈമിൽ തന്നെ കയറി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഡിസ്കൗണ്ടിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ പ്ലസോ പ്രൈമോ മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് നോക്കുക. അതായത് മിനിമം ഓർഡറിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു വർഷം ഇത്ര ഓർഡറിന് മുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് പ്ലസ് മെമ്പർഷിപ്പും പ്രൈം മെമ്പർഷിപ്പ് കൊടുക്കാറുണ്ട്. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കേണ്ടി വരും. ഇനി അടുത്തതായിട്ട് ഓഫേഴ്സ് ഏതൊക്കെ ബ്രാൻഡുകൾക്കാണ് വരാൻ പോകുന്നത്, അതല്ല ഇപ്പം നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് ഇപ്പോൾ ആമസോണിലാണോ ഫ്ലിപ്കാർട്ടിലാണോ വരുന്നതെന്ന് അറിയുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് ആ ഒരു സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. കഴിഞ്ഞ വർഷത്തെ ബ്രാൻഡ് പാർട്ട്ണർ ഫ്ലിപ്കാർട്ടിലാണെന്നുണ്ടെങ്കിൽ ASUS ആയിരുന്നു. അതുകൊണ്ട് തന്നെ ASUSൻ്റെ ലാപ്ടോപ്പുകൾക്ക് നല്ല ഓഫർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സെയിൽ സമയത്ത് കൂടുതൽ പേരും വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഐഫോണുകൾ തന്നെ ആയിരിക്കും. അതായത് 12, 13, 14, 15 ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും എല്ലാവർക്കും വാങ്ങാൻ താല്പര്യമുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു ക്യൂരിയസ് ഉണ്ടാവും, ഇത് ആമസോണിലാണോ ഫ്ലിപ്കാർട്ടിലാണോ സെയിലിന് വരിക, അതനുസരിച്ച് അതിൻ്റെ മെമ്പർഷിപ്പ് എടുത്താൽ പോരെ എന്നൊക്കെ. അത് നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഏകദേശം ആ ഒരു സെയിലിനോട് അടുത്ത് വരുന്ന സമയത്ത് മാത്രമേ ഇത് ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിലായിരിക്കും സെയിലിന് വരിക എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം കഴിഞ്ഞ വർഷം എല്ലാവരും iPhone 13 പുറകിലായിരുന്നു. അപ്പം ആമസോണിലായിരുന്നു iPhone 13 സെയിലിന് വന്നിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നത്തെ വർഷം iPhone 13 ഫ്ലിപ്കാർട്ടിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്ലിപ്കാർട്ടിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു. പ്ലസ് മെമ്പർഷിപ്പൊക്കെ എടുത്തിരുന്നു. പക്ഷേ ആമസോണിലായിരുന്നു സെയിൽ വന്നത്. ഫ്ലിപ്കാർട്ടിൽ 14 ആയിരുന്നു കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വർഷം സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല എവിടെയൊക്കെ ഓഫർ വരുമെന്നുള്ളത്. കൂടാതെ സാംസങ്ങിൻ്റെ ഡിവൈസുകൾക്ക് ഇതുപോലെ തന്നെ ആയിരുന്നു കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പ്രൈം മെമ്പർഷിപ്പ് എടുത്തിട്ട് കഴിഞ്ഞ വർഷത്തെ പോലെ 13 എടുക്കാൻ വേണ്ടി ആമസോണിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് 13 ആമസോണിൽ ഓഫർ ഉണ്ടാവണമെന്നില്ല. അടുത്തിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ സെയിൽ സമയത്ത് എന്തെങ്കിലും പ്രോഡക്റ്റുകൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഒരു പ്രോഡക്റ്റുകൾക്ക് റിട്ടേൺ ഉണ്ടായിരിക്കത്തില്ല. അത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക റിട്ടേൺ ഉണ്ടോ ഇല്ലയോ എന്ന്. പലപ്പോഴും ഈ ഒരു സെയിൽ സമയത്ത് റിട്ടേൺ കൊടുക്കാറില്ല. കാരണം ഒരുപാട് ഓർഡറുകളായിരിക്കും വരിക. അതുകൊണ്ട് ആ സമയത്ത് പലപ്പോഴും റിട്ടേൺ ഉണ്ടാവാറില്ല. മാത്രമല്ല, നിങ്ങളിപ്പം ഇതേപോലെ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴിവതും ഓപ്പൺ ബോക്സ് ഡെലിവറി തന്നെ കൊടുക്കുക. ഓപ്പൺ ബോക്സ് ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സേഫ് ആയെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ആ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെക്കുക. അതായത് നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി വെക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാൻ നമ്മുടെ ഭാഗത്തൊരു പ്രൂഫ് ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൻ്റെ അതുപോലെ തന്നെ ബിഗ് ബില്യൺ സെയിലിൻ്റെ ഡേറ്റ് ഏകദേശം എപ്പോഴത്തേക്കാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം അത് ഒക്ടോബർ ഫസ്റ്റ് വീക്കോട് കൂടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഒക്ടോബർ 9 എൻ്റെ ഓർമ്മയിൽ. അതായത് 8-ാം തീയതി മുതൽ ബാക്കിയുള്ളവർക്ക് ആക്സസ് ലഭിക്കുമായിരുന്നു. അപ്പം സാധാരണ കണ്ടുവന്നിട്ടുള്ള സെപ്റ്റംബർ അവസാനം, അതല്ലാന്നുണ്ടെങ്കിൽ ഒക്ടോബർ ഫസ്റ്റ് വീക്കിലാണ് ഈ ഒരു ഫെസ്റ്റിവൽസ്, അതായത് ഈ ഒരു ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളത്. കാരണം iPhone 16 ലോഞ്ച് വരുന്നത് അത് സെപ്റ്റംബറിലാണ് എല്ലാ വർഷവും. അതിന് ശേഷമാണ് സാധാരണ ബിഗ് ബില്യൺ സെയിലും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും വരാറുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഓഫറിൽ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഓഫ്ലൈൻ സ്റ്റോറിലെയും കൂടെ പ്രൈസ് വെച്ചൊന്ന് കമ്പയർ ചെയ്യുക. അതായത് പലപ്പോഴും പല ഓഫ്ലൈൻ സ്റ്റോറുകളിലും കാർഡ് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ഓഫേഴ്സ് കൊടുക്കുന്ന ഓഫ്ലൈൻ സ്റ്റോറുകളുണ്ട്. അതായത് ലാപ്ടോപ്പുകളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് തന്നെ സ്റ്റുഡൻറ്റ് ഓഫേഴ്സായിട്ട് തന്നെ കിട്ടും. അതായത് നിലവിലിപ്പോൾ ഓൺലൈൻ ഉള്ളതിനേക്കാട്ടിലും വിലക്കുറവിൽ നമുക്ക് ഓഫ്ലൈനായിട്ട് ലാപ്ടോപ്പുകളും മറ്റുമൊക്കെ സ്റ്റുഡൻറ്റ് ഓഫറിൽ വാങ്ങാൻ സാധിക്കും. സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ലെനോവയുടെ LOQനൊക്കെ അങ്ങനെയുള്ള ഓഫറുകളൊക്കെ നിലവിലിപ്പം ഓഫ്ലൈൻ സ്റ്റോറുകൾ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അതും കൂടെ നോക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രൈസ് കമ്പാരിസൺ ടൂൾ യൂസ് ചെയ്ത് പ്രൈസ് ഒന്ന് കമ്പയർ ചെയ്യുക. നിലവിലുള്ളത് വെച്ച് ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ പർച്ചേസ് ചെയ്യാവൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സെയിലിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൺഫേം ആയതിനു ശേഷം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യാം. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാൻ. ബൈ.